നിന്റെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഓൺലൈൻ ടാക്സി കൊണ്ടുകൂടെ വരരുതെന്ന്. നീ ഇപ്പൊ എന്ത് വന്നത്? ഞാൻ ഓടാൻ വന്ന് ഇയാക്കെന്ത് ഓടാൻ പോ? നീ ഇതൊരു വെയിറ്റ് പീറ്റി വിഷേ. അതെ, നിന്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കളത്തി കയറി കളിക്കാൻ വരരുതെന്ന്. ഇയാടെ കളത്തിൽ കയറി കളിക്കാൻ ഞാൻ ചീട്ടുമായിട്ടല്ല വന്നേ, കാറുമായിട്ടാ. നിന്റെ ടാക്സി കൊണ്ടുകൂടെ വരരുത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇയാള് പറഞ്ഞാ മതിയോടങ്ങ്. ഉത്തരം പറയണോ? നിന്നെ ഇന്ന് ഞാൻ പെണ്ണായി പോയി. ആരും പറഞ്ഞാ വിശ്വസിക്കത്തില്ലാട്ടാ. ഈ കഷണ്ടി തല്ലം വെച്ചോണ്ട് പെണ്ണായിന്ന് പറഞ്ഞു. ഞാൻ പെണ്ണല്ല, നീ പെണ്ണായി പോയെന്ന്. അതിപ്പോ ഇയാള് പറഞ്ഞിട്ടോണ്ട് എനിക്കറിയാൻ. ഞാൻ ജനിച്ചപ്പോ മുതലേ പെണ്ണാ. അതിനിപ്പൊ ഇയാൾക്ക് എന്തോ വേണം? നിന്റെ ടാക്സി ഇവിടെ ഓടൂല. ടാക്സി അനങ്ങിയ ഗ്ലാസ് ഞാൻ അടിച്ചു പൊട്ടിക്കും. അതെ, എന്റെ ക്ലയന്റ് ഇവിടെ ഉണ്ട്. അവര് പറഞ്ഞ ഞാൻ കൊണ്ടുപോയിരിക്കും. നമുക്ക് കാണാം. എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ കുറച്ച് മുമ്പ് എന്നെ കോൾ ചെയ്തത്? വണ്ടി എവിടെ? പുറത്തുണ്ട് മാഡം. ഓ, എന്താ ചൂടല്ലേ? നിങ്ങളുടെ വണ്ടി ചില്ലല്ലേ? താഴെ മോളും തകരം നടുക്ക് ചില്ലുവാണ് മാഡം. ഞാൻ ആരോടാണ് പറയുന്നത്? ദൈവമേ, വണ്ടി ബാഗ് എടുത്തോളൂ, പോവാം. നില്ലേ, എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടേ ഇവിടുന്ന് രണ്ടാൾക്കും പോവാൻ പറ്റുള്ളൂ. ഇനി പോവാം. ആഗോളവൽക്കരണവും മുതലാളിത്ത മനോഭാവവും ഇവിടെ വെച്ച് പൊറിപ്പിക്കാൻ ഈ ചന്ദ്രൻ വട്ടോളി ചന്ദ്രൻ അനുവദിക്കില്ല. ദൈവമേ, വാക്കല്ലാന്നടുത്ത് എവിടെ ചവിട്ട് കൊണ്ട്. മിസ്റ്റർ വേട്ടാവളിയൻ, ചന്ദ്രൻ വട്ടോളി. എന്ത് ഓളിയെങ്കിലും ആയി പോട്ടെ. എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം? നിങ്ങളാ ഇവള് ഇവിടുന്ന് കൊണ്ടുപോകില്ല, ഞാനേ കൊണ്ടുപോകൂ. നീ എന്നെ കൊണ്ടുപോ. എന്നെ കൊണ്ടുപോടാ. നീ എന്നെ കൊണ്ടുപോടാ. താൻ ഇങ്ങനെ കിടന്ന് ചെലച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. താൻ അപ്ഡേഷൻ ആവടോ. ഇപ്പൊ എല്ലാം ഓൺലൈൻ അല്ലേ? ഒരു മിനിറ്റ്, അപ്ഡേഷൻ ആക്കിത്താ. ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. 2-3 സിനിമയും കൂടി കയറ്റി തരട്ടെ. ഇയാൾക്ക് നാണമില്ലേടോ ഈ റബ്ബർ ബാൻഡിട്ട ഫോൺ കൊണ്ട് നടക്കാൻ? എടോ, ഇതിനകത്തൂടെ എങ്ങനെയാണോ മനുഷ്യനെ വിളിക്കുന്നത്? അത് ഈ പച്ച റബ്ബർ വലിക്കുമ്പോൾ 8 തെളിയും. ഇങ്ങനെ വലിച്ചു വെച്ചാൽ ഞാൻ ഫോൺ ചെയ്യണം. നീ താൻ ഇതിലോട്ട് മാറിയില്ലെങ്കിലേ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുള്ളൂ. വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ ഈ സ്റ്റാൻഡില് ചില നിയമമൊക്കെ ഉണ്ട്. ഈ സ്റ്റാൻഡിലുള്ള ഞങ്ങളെ ടാക്സി ഓടിയിട്ട് മതി ഓൺലൈൻ ടാക്സി ഓടണത്. അതെ, ഈ ടാക്സി ഡ്രൈവർ തൊപ്പി വെക്കുന്ന നിയമം കൂടെ ഉണ്ട്. എന്താ ഇയാള് വെക്കാത്തെ? തൊപ്പി വെച്ചാൽ എന്റെ തലമുടി കൊഴിഞ്ഞു പോകും. മഹാമതേ മാപ്പു നൽകൂ ഗുണനിധേ. മുക്ക് മിസ്റ്റർ, ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്? മേഡമല്ല മുക്കാൻ പറഞ്ഞത്. അയ്യോ, ഈ നോക്കുന്നതിനൊരു ഇംഗ്ലീഷ് ഉണ്ടല്ലോ. ലുക്ക്. ലുക്ക് മിസ്റ്റർ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാനൊരു കാര്യം പറയാം. ഇവരുടെ വണ്ടിയിൽ ഞാനേ പോവൂ. ആണ്ടേ, എനിക്ക് ഈ മുഖം മാത്രമല്ല മറ്റൊരു മുഖം കൂടെ ഉണ്ട്. എങ്കിൽ ഈ മുഖം മാറ്റിയിട്ട് ആ മറ്റേ മുഖം എടുത്തു പോയി കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നും. ഇവിടെയൊക്കെ പറയണ സമയം കൊണ്ട് നമ്മാട്ടി എടുത്ത് തോളി വെച്ചിട്ട് പോണേണ് നല്ലത്. മമ്മൂട്ടി എടുത്ത് തോളി വെച്ചിട്ട് പോകാൻ ഇയാൾ ആരാ? പിഷാരടിയാണോ? എടോ, വഴി മാറടോ, അല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും. നീ ആളെ വിളിച്ചു കൂട്ടാ ജാഥയ്ക്ക് പോവേ. എനിക്കൊരു പ്രശ്നമല്ല മാഡം. എന്റെ കാറിന് ഓട്ടമില്ല. ഓട്ടയില്ലാത്ത കാറുണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇവിടെ ഇയാളൊരു കാര്യം ചെയ്യും, ഇയാളുടെ കാർ എനിക്ക് വന്നിട്ട് എന്റെ കാർ ഇയാളെടുക്ക്. അതിന് ഓട്ടയേ ഉള്ളൂ. അതല്ല, എന്റെ കാറിന് ഓട്ടമില്ലെന്ന്. ഇയാൾക്കൊരു സ്വഭാവം അറിയത്തില്ല. മേഡം, മേഡത്തിന് അറിയാവോ, ഭർത്താവില്ലാത്ത 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ. ഓ മൈ ഗോഡ്, എങ്ങനെ നടക്കുന്നു ഈ അത്ഭുത പ്രവർത്തികളൊക്കെ? മരിച്ചുപോയി മേഡം. ഓ സാഡ് സ്റ്റോറി. ഞാൻ എവിടുന്നെങ്കിലും കൊത്തിപ്പറക്കി കൊണ്ട് ചെല്ലുന്നു നോക്കി പറക്കമുറ്റാത്ത കാക്ക കുഞ്ഞുങ്ങളെ പോലെ വായും പൊളിച്ച് നോക്കിയിരിക്കും. എന്റെ ഈശ്വര, ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ഒരു കാക്കയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കും പറയാണ്ട് സങ്കടം മാഡം. എന്റെ കാറിന്റെ 4 ടയർ മൊട്ടയാണ്. ഒരു കാറിൽ ഇയാളെയും കൂടെ കൂട്ടി 5 മുട്ട. ഇതിനെ 7000 രൂപ അടക്കിയാണ്. 8000 രൂപ ഞാൻ അങ്ങോട്ട് തരാം. ഈ പാനിന്റെ സിബ് നടക്കുവോ? മേഡം വരുന്നോ? മേഡം, മീനം കഴിഞ്ഞല്ലേ മേഡം? തന്നെയല്ലേ ഇപ്പൊ വൃശ്ചികമല്ലേ? ഇപ്പൊ എന്തിനാ ഈ മേഡത്തിന്റെ കാര്യം പറയുന്നത്? മേഡം എന്റെ കാറിലോട്ട് വരുന്നോന്ന്. ഓ എക്സാക്ട്ലി, ഓൾറെഡി ഞാനിപ്പോ ലേറ്റ് ആണ്. ഇല്ലേ, എന്റെ മുതുകത്ത് ചവിട്ടിയാ ഇവിടുന്ന് പോവാൻ പറ്റുള്ളൂ. പിന്നെ വന്ന് ഇയാള് കുറച്ച് മുമ്പ് താൻ പറഞ്ഞു തന്നെ നെഞ്ചത്തെ ഔട്ടാനല്ലേ? അയ്യോ എന്റെ പൊന്നെ, വട്ട് തള്ള കേക്കല്ലേ. നേരത്തെ എന്റെ ചങ്ങനെ ചവിട്ടി കുളമാക്കി. അതുകൊണ്ട് എന്റെ മുതുകത്ത് ചവിട്ടി ഇവിടുന്ന് പോയാ മതി. ഇങ്ങ് വരൂ, ഇവിടെ വരൂ.
അതെ, നിങ്ങളുടെ വണ്ടി കാക്കനാട് വരെ പോണതിന് എത്ര രൂപയാവും? എന്റെ വണ്ടിക്കാണെങ്കിൽ 300 രൂപ മാഡം. നോ പ്രോബ്ലം, കുഴപ്പമില്ല. അതെ, നിങ്ങളുടെ വണ്ടി പോകുന്നതിന് എത്ര രൂപയാവും? എന്റെ വണ്ടി പോകുന്നതിന് 300 രൂപ, വരുന്നതിന് 300 രൂപ, അങ്ങനെ 600 രൂപയാകും. അല്ല, എനിക്ക് അങ്ങോട്ട് പോയാൽ മതി, തിരിച്ചു വരണ്ട. ഞാൻ തിരിച്ചു വരുന്ന പൈസ ആര് തരും? ഇയാൾ തിരിച്ചു വരുന്ന പൈസ തരാൻ വേണ്ടി ഞാൻ അറിയാം ഇയാളുടെ കുഞ്ഞമ്മേ. അല്ലേ, ഇയാൾ തിരിച്ചു വരണമെന്ന് എനിക്ക് യാതൊരുവിധ നിർബന്ധവും ഇല്ല. മാഡം, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാലും എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിലും ആദ്യം ഓടിയെത്തുന്നത് ഞങ്ങൾ ടാക്സിക്കാരാണ്. ഞങ്ങളെ തരം താഴ്ത്തി കാണരുത്. പിന്നെ ഈ ഓൺലൈൻ ടാക്സി ഓടിക്കുന്ന ഒരു പയ്യൻ അവന്റെ അച്ഛന് വയ്യാതെ വിളിച്ചു പറഞ്ഞപ്പം അവൻ എടുക്കാൻ പോയില്ല. എന്ത്? അവനെ നേരത്തെ മൊബൈലിൽ ഓട്ടം ബുക്ക് ചെയ്തില്ലെന്ന്. അതുകൊണ്ട് ആ ഓട്ടം ഞാനാണ് പോയത്. അതുകൊണ്ടേ നമ്മൾ വെറും കീഴേ കിടക്കുന്നവരല്ല, മാഡം മനസ്സിലാക്കണം. എടോ, താൻ അത് പറയരുത്. ഞങ്ങൾ നിങ്ങളെ പോലെ അല്ല, കൃത്യമായിട്ട് കാശ് മേടിക്കുന്നവരാ. മേഡത്തിന് അറിയാമോ, ഞങ്ങളൊരു ചതിയോ കളവോ വഞ്ചന കാണിക്കത്തില്ല. അയ്യോ, ചതിയും വഞ്ചന കാണിക്കത്തില്ലെന്ന് പറയരുതേ. പാസഞ്ചർ വണ്ടിയെ കയറിയാൽ അക്കൗണ്ടിൽ പൈസ വാങ്ങിച്ചിട്ട് ട്രിപ്പും ബ്ലോക്ക് ചെയ്ത് അന്താരാഷ്ട്ര കമ്പനിയെ വരെ ചീറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ. മേഡം അത് പറയരുത്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം ഞാൻ ഓൺലൈൻ ഡ്രൈവർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വേലത്തരോ അഭ്യാസമോ ഒന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. മാഡം, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പൈസക്ക് നിങ്ങൾ വരണമെങ്കിൽ ആ ബാഗ് എടുത്ത് വണ്ടി കൊണ്ടുപോയി. എനിക്ക് പോയി വരാൻ ഓട്ടം ഉണ്ട്. നീ ആരോടാണ് ദേഷ്യപ്പെടുന്നത്? എടാ, ഞാൻ ആരാന്നറിയോ? എടാ, ഞാൻ എറണാകുളം സിറ്റി വന്നേ ഉള്ളൂ. ഞാനൊരു ട്രിവാൻഡ്രംകാരിയാണ്. അയൽക്ക് പായ അടിച്ച് ചുരുട്ടി നിന്നെ ഞാൻ പിറ്റേ കയറ്റി കേട്ടോ. മുട്ടുകാലി തന്നാണില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ. ഇപ്പൊ കാണിച്ചു തരാം. ആഹാ, ഹായ് ഗൈസ്, ഞാനിവിടെ എറണാകുളം സിറ്റി വന്നപ്പോ ഈ നരാധമനായ ഡ്രൈവർ തോണ്ട് ഓടുന്നു മുട്ടത്തലേ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. സുരേന്ദ്രൻ പോലീസ് കേസ് കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. കുട്ടിയാകിൽ ചേച്ചി 14 ഉമ്മ തരുമോ? ഈ സമയത്ത് അതെ, എന്നെ കാക്കനാട് വരെ വിടുവോ? മേഡത്തിന്റെ ട്രിപ്പ് ക്യാൻസൽ ആയി. എനിക്കൊരു ലോങ് ട്രിപ്പ് കിട്ടിയാൽ അതെടുത്ത് ഞാൻ പോവാം മേഡം. ഞാൻ അപ്പൊ കാക്കനാട് എങ്ങനെ പോവും? 10 അടി അങ്ങോട്ട് നടന്നാൽ ട്രാൻസ്പോർട്ട് ബസ് കിട്ടും. അതിൽ കയറി അങ്ങ് വലിഞ്ഞു പൊക്കോ. എന്റെ ദൈവമേ, സാധാരണക്കാരായ യാത്രക്കാർക്ക് ഇതാണ് ഗതി. എന്ത് പ്രശ്നം വന്നാലും സമരം വന്നാലും നടയടാ നട. സത്യം പറ, ഞങ്ങൾ ആരാ ഗ്ലാമർ? അത് സന്തോഷേട്ടൻ കിഡിലായിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് ആദ്യമായിട്ട് അസൂയ തോന്നി. എനിക്ക് അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം പോലെ സ്കിറ്റ് കളിക്കണ്ട, ആങ്കർ ആയിക്കോട്ടെ. അത്രയ്ക്ക് ചിന്തിക്കണമെന്നില്ല. പക്ഷെ നടത്തമൊക്കെ കറക്റ്റായിരുന്നു. ചവിട്ടിട്ട് പോയപ്പോ എനിക്ക് എന്നെ പോലെ തോന്നി. എലി നടക്കും പോലെ. നല്ലായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? ഓക്കെ, പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ ഓൾറൈറ്റ്, 7,000 rupees ആണ് നേടിയിരിക്കുന്നത്. പ്രോബബ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് 7,000 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അല്ലേ? സാരമില്ല, അതിനോ എല്ലാ ദിവസവും ബെറ്റർ ആവണം എന്നില്ല. ഇന്ന് അങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, നിങ്ങളുടെ ദിവസം അല്ല എന്നുള്ളത് വിചാരിച്ച് അങ്ങ് വിട്ട് കളയുക. എന്നിട്ട് അടുത്ത തവണ വരുമ്പം ഗംഭീരമായിട്ട് ഇതും കൂടെ ചേർത്ത് 50,000 രൂപ അടിക്കണം. തീർച്ചയായും. അല്ല, എന്ത് പറയുന്നു ശ്വേത ചേച്ചി? എന്താ നിങ്ങൾ ഈ വേദിയിൽ വന്ന് ഒരുപാട് നല്ല നല്ല പൈസ വാങ്ങി കൊണ്ടുപോയ ഒരു ടീമാണ്. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിഹേഴ്സൽ ഇല്ലായ്മ. നിങ്ങളെല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്. റിഹേഴ്സൽ നടന്നില്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലായില്ലേ? ഒന്നും പറയാനില്ല, ബിക്കോസ് നിങ്ങൾ നല്ല ആർട്ടിസ്റ്റ് ആണ്. നന്നായിട്ട് നിങ്ങൾ കുതിച്ചു കയറി വരും എന്നറിയാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സന്തോഷ്. താങ്ക് യു. ഓക്കെ, കുതിച്ചു കയറാനുള്ള ഒരു 7,000 rupees അങ്ങ് ഇട്ട് തന്നിരിക്കുന്നു. അത്രേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നല്ലേ